നമസ്കാരം. മുസ്ലിം ലീഗ് ആണിപ്പോ നമ്മുടെ രാഷ്ട്രീയത്തിലെ താരമൂല്യമുള്ള ഒരു സംഘടന. കാരണം കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കാൻ ലീഗ് വേണം. കോൺഗ്രസിന് തമ്മിലടി കൂടുതലായതുകൊണ്ട് തന്നെ ലീഗിന് കുറെ കൂടി പ്രാമുഖ്യമുള്ള ഒരു മുന്നണിയായി UDF മാറും എന്ന അവസ്ഥ വന്നിരിക്കുന്നു. അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും. മുസ്ലിം ലീഗ് ആണെങ്കിൽ UDFനകത്ത് കൂടുതൽ സീറ്റ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. 30 സീറ്റ് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, സീറ്റ് ചോദിക്കുന്നു എന്നതിനേക്കാളും പ്രധാനമാണ് സീറ്റ് എവിടെ ചോദിക്കുന്നു. അവർക്ക് മലപ്പുറത്ത് പോരാ, മലബാറിൽ പോരാ, തെക്കൻ കേരളത്തിൽ കുറെ കൂടി അംഗീകാരം നേടാനുള്ള ശ്രമത്തിലാണ് അവർ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് UDFനെ ചൂണ്ടി LDFന് വേണ്ടി എന്ന വ്യാജേന വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗിനെ ചൂണ്ടുന്നു. ഇവരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയെങ്കിലും ആകാൻ പോകുന്നു, അത് കേരളത്തിൽ മഹാനാശം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷന്റെ ശ്രമങ്ങൾ ഇപ്പുറത്തുനിന്ന് നടക്കുന്നുണ്ട്. എങ്ങനെ വന്നാലും മുസ്ലിം ലീഗാണ് ഇപ്പോൾ ഈ കേന്ദ്ര ബിന്ദുവായി ഫോക്കസിൽ നിൽക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ പ്രാമുഖ്യത്തെ നമ്മൾ എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന മാസങ്ങൾക്കുള്ളിൽ, 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ കേരളം എങ്ങനെ കാണുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും NN പിയേഴ്സൺ സാറുണ്ട്, രാജേന്ദ്രൻ പന്തളമുണ്ട്. രാജേന്ദ്രൻ സാർ തുടങ്ങി വെക്കൂ. NN പിയേഴ്സൺ സാറാണ് ഇതിൻ്റെ മാസ്റ്റർ. എങ്കിലും ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പറയാം. അദ്ദേഹം അധ്യാപനം, ഞാൻ വിദ്യാർത്ഥി, തീർച്ചയായുള്ള നിലയിൽ തന്നെ പറയാം. അതായത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്ത, PK കുഞ്ഞാലിക്കുട്ടി സാഹു പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ സീറ്റ് ചോദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി കലശലൊന്നും ഉണ്ടാവാതെ, കശപശ ഉണ്ടാവാതെ ആ കാര്യങ്ങൾ പരിഹരിച്ചപ്പെട്ടു, തിളക്കമാർന്ന വിജയം നേടുകയും ചെയ്തു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, സ്റ്റേക്കുകൾ വളരെ വലുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര തദ്ദേശ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അവിടുത്തെ അംഗസംഖ്യ വളരെ പ്രധാനമാണ്. ഇപ്പോൾ 2 or 3 രാജ്യസഭാ അംഗങ്ങളെ മുസ്ലിം ലീഗിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കപോലെ MLA-മാരുടെ ഒരു ബലം വേണ്ടേ ഫ്ലോറിൽ. അതുകൂടി കണ്ടുകൊണ്ട് ദേശീയ പാർട്ടിയാവും വളരെ വ്യാമോഹിക്കുന്ന ഒരു പാർട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പാർട്ടി. അദ്ദേഹം ദേശീയ അധ്യക്ഷനും കൂടിയാണ്. അപ്പോൾ ദേശീയ തലത്തിലേക്ക് ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാവില്ല. മറിച്ച് ഈ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതോടുകൂടി നമ്മുടെ ഈ രാജ്യത്തെ മുസ്ലിം ലീഗ് വിരുദ്ധമല്ല, ശരിക്കും ഒരു ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തും അതുണ്ട്. ഹിന്ദുത്വ ശക്തി എന്ന് പറയുന്നത് സംഘപരിവാർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾ കൂടുതൽ നേടുന്നു എന്ന് വെള്ളാപ്പള്ളിയുടെ മട്ടിലുള്ള ഒരു വിഭാഗം അവർ അർഹിക്കുന്ന, AK ആന്റണിയും പറഞ്ഞ കാര്യം തന്നെയുണ്ട്, അർഹിക്കുന്നതിൽ കൂടുതൽ നേടിയെടുക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ ഈ നിയമസഭാ സീറ്റുകൾ കൂടുതൽ കിട്ടുന്നതിന്റെ പേര് പണ്ടിത് നമ്മൾ കണ്ടതാണ്. 5ാം മന്ത്രി ചോദിച്ച കേട്ടതാണ്. പക്ഷേ സാർ, കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ കുറച്ചു കാലമെങ്കിലും മുഖ്യമന്ത്രിയായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ഉപമുഖ്യമന്ത്രിയായ പാർട്ടിയാണ്, 2 മുന്നണിയുടെയും കൂടെ ഭരിച്ച പാർട്ടിയാണ്. ആ പാർട്ടിക്ക് പണ്ടൊന്നുമില്ലാത്ത ഒരു ഫോക്കസ് കിട്ടുന്നത് നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വരുന്ന, സാറ് സൂചിപ്പിച്ച ഈ കമ്മ്യൂണൽ പോളറൈസേഷന്റെ അതുണ്ടാക്കുന്ന ഒരു ആശങ്കയായിരിക്കാനാണുള്ള സാധ്യത. എങ്ങനെയാണ് പിയേഴ്സൺ സാർ അതിനെ നിരീക്ഷിക്കുന്നത്? അല്ല, കമ്മ്യൂണൽ പോളറൈസേഷന്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഒരു പ്രശ്നമാണ് എന്നത് ഇന്നത്തെ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയാണ്. അങ്ങനെ ആക്കി തീർക്കുകയാണ്. അങ്ങനെ ആക്കി തീർക്കുന്നതിൽ അവർക്കും പങ്കുണ്ട്. അത് അങ്ങനെ ആകുന്നതിന് വേണ്ടിയിട്ട്, അതായത് സാറ് പറഞ്ഞ പോലെ രാജ്യസഭയിലേക്ക് കൂടി 2 MP-മാരെ പറഞ്ഞയക്കാൻ കഴിയുക, ലോകസഭയിൽ 2 MP-മാർ, പിന്നെ കേരളത്തിൽ 5 മന്ത്രിമാർ, അതല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി, അല്ലെങ്കിൽ അവർ പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മുസ്ലിമിനെന്ത് മുഖ്യമന്ത്രിയാൽ തകരാറ്? അത് ബേസിക് നല്ല ക്വസ്റ്റ്യനാണ്. മുസ്ലിമിന് എന്തുകൊണ്ട്? കാരണം നമ്മളുടെ കേരളം എന്ന് പറയുന്ന ഒരു മതേതര സ്വഭാവത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. അവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നു എന്നുള്ളത് കൊണ്ട് അപകടമുണ്ട് എന്ന് കേരളം വിചാരിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവരുടെയൊക്കെ ചർച്ചകൾ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല. നമ്മൾ പറയുന്നത് ഇവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് മുസ്ലിം മന്ത്രി എന്ന് പറയുന്ന തലത്തിൽ തന്നെ മുസ്ലിം മുഖ്യമന്ത്രി എന്ന് കണക്കാക്കുന്നു എന്നുള്ളതാണ്. അത് മാറേണ്ടതൊരാവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് നാളായിട്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും, വിജയിച്ചാൽ ഏത് നായർ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ചോദ്യം കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഡൽഹി നായരാവണോ, അതെ കേരള നായരാവണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച വളരെ വിപുലമാണ്. അത് ഇനി വീണ്ടും വരാൻ പോകുന്നുള്ളൂ. വീണ്ടും അത്
കോൺഗ്രസിനകത്ത് വീണ്ടും അത് ഉയർന്നു വന്നേക്കാം. പക്ഷേ എന്തിനാണ് കേരളം ഇങ്ങനെ ചിന്തിക്കുന്നത്? അതെ അതെ, അതാണ് നമ്മൾ ചോദ്യം. നിങ്ങൾ നായരെ കുറിച്ചോ അല്ലെങ്കിൽ ഈഴവനെ കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിമിനെ കുറിച്ചോ ക്രിസ്ത്യാനിയെ കുറിച്ചോ എന്തിനാണ് ചിന്തിക്കുന്നത്? ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, മുൻപൊക്കെ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഇപ്പോൾ എ കെ ആൻ്റണി ക്രിസ്ത്യാനിയാണെന്ന് ആരും ചോദിച്ചിട്ടില്ല. മാത്രമല്ല ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനിയാണെന്ന് ചോദിച്ചിട്ടില്ല. പിണറായി വിജയൻ ഈഴവനാണെന്ന് ആരും ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അതാണ് മതേതര രാഷ്ട്രീയത്തിൻ്റെ കാലം. രാഷ്ട്രീയ നേതാവിനാണ് പ്രാധാന്യം ഉണ്ടായത്, അല്ലാണ്ട് അയാൾ ഏത് മതത്തിൽ ഏത് ജാതിയിൽപ്പെട്ട ആള് എന്നുള്ളതിന് പണ്ട് പ്രസക്തി ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണെങ്കിലും പക്ഷേ ഈ ചിന്തയല്ലേ മഹാഭൂരിപക്ഷം മലയാളിയെ നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിയിട്ട് ഇതാ മുസ്ലിം ലീഗിനെ സൂക്ഷിക്കുക, മുസ്ലിം ഭരിക്കാൻ പോകുന്നു എന്ന മട്ടില് ഇതിനെ ഒരു കമ്മ്യൂണലി പോളറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ മലയാളത്തിനെ അത്ര എളുപ്പത്തിൽ സ്വാധീനിക്കാം, മലയാളി മനസ്സിനെ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എളുപ്പത്തിൽ. സാർ എങ്ങനെ കാണുന്നത്? എങ്ങനെ കാണുന്നില്ലായിരുന്നു. പോളറൈസേഷൻ ഈയിടെ വന്നതാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് CH മുഹമ്മദ് കോയ. മുഹമ്മദ് കോയ ഒരു മുസ്ലിമാണെന്നൊരു വിചാരം ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വേശിയിട്ടില്ല. ഞങ്ങളുടെ സ്കൂളിന്റെ അപ്ഗ്രേഡേഷൻ അദ്ദേഹമാണ് വരുന്നത്. CH മുഹമ്മദ് കോയ വരുമെന്ന് പറയുമ്പോൾ ഒറ്റ മുസ്ലിം പോലും ഒരു വാങ്കുവിളി പോലും കേൾക്കാത്ത എൻ്റെ ഗ്രാമത്തിൽ എന്തുമാത്രം ആൾക്കാരാണ് CH കാണാൻ വേണ്ടി പോയത്. അദ്ദേഹത്തിന്റെ നർമ്മപ്രധാനമായ പ്രസംഗം എത്ര പേരാണ് ആസ്വദിച്ചത്? എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഉപമുഖ്യമന്ത്രിയായിട്ട് പോലുള്ള ചുമതലയിൽ അദ്ദേഹം വരുന്നു. മുഖ്യമന്ത്രിയുടെ ചുമതലയിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ കാലത്ത്? പോളറൈസേഷൻ ഈയിടെ കാലത്തിന്റെ ഒരു സൃഷ്ടി. അല്ല, ഇപ്പോൾ ആളുകൾ അടുത്തിരിക്കുന്നവന് മണത്തം നോക്കുകയാണ് ഇവന് ഏത് ജാതിയാണ്. എന്ത് വൃത്തിയായിട്ടൊരു സമൂഹം ഇത് മാറിക്കഴിഞ്ഞു. നമ്മളിവിടെ ഞാൻ ഒന്നുകൂടെ ഒന്നി പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന, ഇവൻ ഏത് ജാതി ഏത് മതം, ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ ദൂരദർശനിൽ ജോലി ചെയ്യുമ്പോഴും കൂടെ ഉള്ളവർ ഏത് ജാതി എനിക്ക് ജാതി അറിയില്ല, മതവും അറിയില്ല. അവർ നമ്മുടെ സഹപ്രവർത്തകരാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഉള്ള പ്രശ്നം ഇത് ഇങ്ങനെ ആക്കുകയാണ്. ഇങ്ങനെ ആക്കി കഴിഞ്ഞു. അതാണ് എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട്. അത് കാഴ്ചയാണ് പ്രശ്നം. നിങ്ങൾ എങ്ങനെ കാണുന്നു? മുമ്പ് ഇങ്ങനെ കണ്ടിരുന്നില്ല സത്യമാണ്. ഇപ്പൊ ഇങ്ങനെ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരു ആമുഖം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനുള്ളിൽ മലയാളത്തിന് കിട്ടിയ ഈ മലയാളി മനസ്സിന്റെ സാറ് പങ്കിടുന്ന വേദനകളൊക്കെ ആ പുസ്തകം പങ്കിടുന്നു. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലൊരു പ്രധാനപ്പെട്ട കാഴ്ചയുണ്ട്. തമാശയാണ്. ഒരു കല്യാണ വീട്ടിൽ 4-5 പേര് കൂടിയിരിക്കുകയാണ്. കമന്റ് എങ്ങനെയാണ്? നോക്കിക്കോളൂ, അടുത്ത 5 മിനിറ്റിനകം മാന്തിയും ചൊറിഞ്ഞും അവര് പരസ്പരം ജാതി അറിഞ്ഞേ പിരിയൂ. മണത്ത് നോക്കി മാന്തി നോക്കിയിട്ടും ഇവന് ഒറ്റ കാര്യം അറിയേണ്ടുള്ളൂ, ഒന്നുകിൽ ജാതി അല്ലെങ്കിൽ മതം, രണ്ടിനൊന്നും അറിഞ്ഞിട്ട്. അതെ, നമ്മുടെ ഈ ചിന്തയുടെ ഫോക്കസ് പോയിന്റ് അതാക്കി മാറ്റിയത് ഈ രാഷ്ട്രീയമാണ്. നേരത്തെ അങ്ങനെ അല്ലാത്ത ഒന്ന് നമുക്ക് നിർമ്മിച്ചു തന്നതും രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയം തന്നെയാണ് ഈ നന്മയും തിന്മയും ഒക്കെ നശിപ്പിക്കുന്നത്. ഒരേ കൂട്ടരാണ് തീർച്ചയായിട്ടും. പക്ഷേ പുതിയ കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കേരളീയനെയും അതുപോലെ തന്നെ കേരളത്തിലെ മനുഷ്യനെയും ഇല്ലാതാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചർച്ചയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടെ വെക്കട്ടെ. നമ്മുടെ ആര്യാടൻ മുഹമ്മദ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഒരു ഒറ്റ എതിർപ്പും ഉണ്ടാവത്തില്ല. ഞാൻ പറയാം. അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രാഷ്ട്രീയ സംശയമുണ്ടോ? സംശയം അല്ല. ഇതിന്റെ പ്രശ്നം സാറിന് മനസ്സിലായില്ലേ? അവർക്കല്ല കുഴപ്പം, നമുക്കാണ്. ഇവരെങ്ങനെ നോക്കിക്കാണാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത് മുസ്ലിം ആണെന്ന് കണ്ടാൽ പിന്നെ രക്ഷയില്ലല്ലോ. അങ്ങനെ കാണാൻ തുടങ്ങിയാൽ ഇതല്ലേ വിഷയം. എല്ലാവരും ഇപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വളരെ സുസംഘടിതമാണ്. ഇപ്പോൾ അങ്ങനെ സുസംഘടിതമായി നിൽക്കുന്നതിന്റെ ഫലമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിനകത്ത് പ്രതിപക്ഷം പോലും ഇല്ലാതായി മാറി. അത്ര ശക്തിയാണ് അവർക്കുള്ളത്. പോളറൈസേഷന്റെ 1ാം ഘട്ടം വിജയകരമായി പൂർത്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം ഈ കൺസോളിഡേഷൻ നടന്നു കഴിഞ്ഞു. ചോദ്യം ഇതാണ്, അതിന് സമാനമായിട്ട് ഹിന്ദു കൺസോളിഡേഷൻ കൂടി കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭാവി എന്താണ്? ഒരു വിഭാഗം ഹിന്ദുക്കളും അങ്ങനെ പോളറൈസ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ വഷളായത്. എനിക്ക് തോന്നുന്നത് ഭീകരവാദം അതും കൂടി ഇതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുന്നത്, മുസ്ലിങ്ങളോട് മനസ്സിൽ ഒരു വിരോധം പേറുന്നു. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും രണ്ടുപേരും. നിങ്ങൾ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട് മലയാളിയെ. എന്താണ് ഇനി മലയാളത്തിന്റെ മുമ്പിലുള്ള മനുഷ്യനെ തിരിച്ചു കിട്ടാൻ ഒരു വഴി? അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യം നമ്മൾ എന്താണ് എന്ന തിരിച്ചറിയലാണ്. നമ്മളിതൊക്കെയാണ്, ഇത് ശരിയല്ല, അതുകൊണ്ട് നമുക്കിത് പൊളിക്കണം എന്ന് മലയാളി ചിന്തിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ്
നമുക്ക് രക്ഷയുള്ളൂ. നമ്മുടെ പുതിയ തലമുറ ആ വഴിക്ക് ചിന്തിക്കും. പുതിയ തലമുറയ്ക്ക് ഇപ്പോഴത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രൊഫഷണൽസ് ആ വഴിക്ക് ഇല്ല. പോകുന്നു. പുതിയ തലമുറ ഈ ആളുകളെ മുഴുവനും സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അവര് നമുക്ക് തള്ളിക്കളയുക. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് നമുക്ക്. കാരണം അവർ ചീത്തയായിട്ടില്ല, അവരിതിനകത്തേക്ക് വരുന്നില്ല, ഈ രാഷ്ട്രീയത്തിലും വരുന്നില്ല. അതെ. രാഷ്ട്രീയമാണ് ഇത് മുഴുവൻ വൃത്തികേടായിക്കൊണ്ടിരിക്കുന്നത്. സ്വത്വ രാഷ്ട്രീയമാണ് ഇത് ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയം തീർന്നു. IT പ്രൊഫഷണലിസം വികസനം എന്നുള്ള നമ്മുടെ സങ്കല്പവും അത് ഇല്ലാതാക്കും എന്നുള്ള പ്രതീക്ഷയോട് തീർച്ചയായിട്ടും പ്രതീക്ഷ ബാക്കി വെക്കാം. ബാക്കി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം.